കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ എഫെസ്യ ലേഖനം 4-ാം അധ്യായം 30-ാമത്തെ വാക്യം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാണല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന പ്രബോധനമാണ് എഫെസോസിലെ സഭയിലുള്ള ദൈവമക്കളെ പൗലോസ് ഓർപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവ് എന്ന പദം വേദപുസ്തകത്തിൽ 95 തവണ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഴയ നിയമത്തിൽ 3 പ്രാവശ്യം മാത്രമേ ഈ പദം കാണാൻ കഴിയുന്നുള്ളൂ. യെശയ്യാവിന്റെ പ്രവചനം 63:10-11 വാക്യങ്ങളിലും 51-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യത്തിലും. എന്നാൽ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ്, യേശുവിന്റെ ആത്മാവ് എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ അനവധി പ്രാവശ്യം ദൈവവചനത്തിൽ കാണാൻ കഴിയും. ആദ്യമായി ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിലാണ് ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ച് പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ദാവീദിന്റെ പ്രാർത്ഥന 51-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയുന്നു. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയുമരുത്. ഇസ്രായേലിലെ 1-ാമത്തെ രാജാവായ ശൗലിന് ദൈവം തന്റെ ആത്മാവിനെ കൊടുത്തു. 1 ശമൂവേൽ 10:10 വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ അവന്റെ മേൽ വന്നു. കൊടുത്ത ആത്മാവിനെ ദൈവം അവനിൽ നിന്ന് തിരിച്ച് എടുത്തു. 1 ശമൂവേൽ 16:14 യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി, യഹോവ അയച്ച ദുരാത്മാവ് അവനെ ബാധിച്ചു എന്ന് വായിക്കുന്നു. പരിശുദ്ധ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് ശൗലിന്റെ മേൽ വന്നപ്പോൾ അവൻ ആളുമാറിയവനെ പോലെയായി. അവന് വേറൊരു ഹൃദയം ലഭിച്ചു. അവൻ പ്രവചിക്കുവാൻ തുടങ്ങി എന്ന് വായിപ്പാൻ കഴിയുന്നുണ്ട്. എന്നാൽ ദുരാത്മാവ് ബാധിച്ചപ്പോൾ അവൻ കയ്യിൽ കുന്തമെടുക്കുകയും ഉറഞ്ഞു പറയുകയും ദാവീദിനെ കൊല്ലുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. ദൈവത്തിന്റെ ആത്മാവ് വന്നപ്പോൾ പ്രവചിച്ചതായ ശൗൽ ദൈവത്തിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടപ്പോഴും ദുരാത്മാവിനാൽ ബാധിക്കപ്പെട്ടവന് ശേഷവും പ്രവചിച്ചതായി കാണാൻ കഴിയുന്നുണ്ട്. 1 ശമൂവേൽ 19-ാം അധ്യായം 23-ാമത്തെ വാക്യം. എന്തിനാണ് ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്? നെഹമ്യാവിന്റെ പുസ്തകം 9:20 പറയുന്നു, അവരെ ഉപദേശിക്കേണ്ടതിന് നീ നിന്റെ നല്ല ആത്മാവിനെ അവർക്ക് കൊടുത്തു. നമ്മെ ഉപദേശിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. യോഹന്നാൻ 14:16 എന്നേക്കും കൂടെ ഇരിക്കേണ്ടതിന്. യോഹന്നാൻ 16:8 പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്ക് ബോധം വരുത്തുവാൻ. യോഹന്നാൻ 16:13 സകല സത്യത്തിലും നമ്മെ വഴി നടത്തുവാൻ വേണ്ടി. പ്രവൃത്തി 1:8 സാക്ഷികളാകുവാൻ ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നു. ആത്മാവ് ഉണ്ടെന്ന്, ഒരുവനിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് എങ്ങനെയാണ് അറിയാൻ കഴിയുന്നത്? ഫലത്താലും വരത്താലുമാണ് അത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത എന്നിവയെന്ന് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22 മുതൽ വായിക്കുമ്പോൾ കാണാൻ കഴിയും. ദൈവത്തിന്റെ ആത്മാവ് ഒരുവനിൽ ഉണ്ടെന്നുള്ളതിന്റെ തെളിവ് അവനിൽ ഫലമുണ്ട് എന്നുള്ളതാണ്. തന്ന ആത്മാവിനെ ദൈവം തിരിച്ചെടുക്കുന്നത് നാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുമ്പോഴാണ്. മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും ബാധിച്ചുകൊണ്ടിരിക്കുകയില്ല എന്ന് നാം ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു. എഫെസ്യ ലേഖനം 4:25 മുതൽ വായിക്കുമ്പോൾ എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്നും പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നത് എങ്ങനെയാണെന്നുമാണ് പറയുന്നത്. എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നാം ദുഃഖിപ്പിക്കരുത്? അവനാണല്ലോ നിങ്ങളെ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. 2 കൊരിന്ത്യർ 1:22 ഇക്കാര്യം പറയുന്നു. ദൈവം നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. എഫെസ്യർ 1:14 തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്ര ഇട്ടിരിക്കുന്നു. 3 കാര്യങ്ങൾക്ക് വേണ്ടി മുദ്രയിട്ടിരിക്കുന്നു എന്നാണ് ഈ വാക്യം ഓർപ്പിക്കുന്നത്. മുദ്ര ഉടമസ്ഥ അവകാശത്തെയാണ് കാണിക്കുന്നത്. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താങ്ങൾക്കുള്ളവരല്ല എന്ന് 1 കൊരിന്ത്യർ 6:19 പറയുന്നു. എന്തിനാണ് നമ്മെ മുദ്രയിട്ടിരിക്കുന്നത്? 1 സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, 2 ദൈവത്തിന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്ക് വേണ്ടി, 3 അവകാശം ലഭിക്കുമെന്ന ഉറപ്പിന് വേണ്ടി. സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ
ഇല്ലാത്തതുമായ അവകാശത്തിനായി നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്നാണ് പത്രോസ് ഇതിനെക്കുറിച്ച് തന്റെ ലേഖനത്തിൽ പറയുന്നത്. 1 പത്രോസ് 1:4-5 വാക്യം. അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പീൻ എന്ന് കൊലോസ്യ സഭയോട് പൗലോസ് ഓർപ്പിക്കുന്നു. 3-ാം അധ്യായം 24-ാമത്തെ വാക്യം. നാം മക്കൾ ആകുന്നു എങ്കിൽ അവകാശികളുമാണ് എന്ന് റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. എന്നാൽ ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ വരുമ്പോൾ അവകാശി സർവ്വത്തിനും യജമാനൻ ആണെങ്കിലും ശിശു ആയിരിക്കുന്നിടത്തോളം കാലം വീട്ടിലെ ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. ശിശു എന്ന അവസ്ഥയിൽ നിന്ന് പുത്രത്വം പ്രാപിക്കുന്ന അവകാശം പ്രാപിക്കുന്ന അവസ്ഥയിലേക്ക് വളർച്ച പ്രാപിക്കേണ്ടതാണ്. 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ദൈവം നമ്മെ മുദ്രയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് നാം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. എപ്പോഴാണ്, എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നത്? മത്തായി 12:31-32 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്. സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കുകയില്ല. ആരെങ്കിലും മനുഷ്യപുത്രന് നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും. പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും അവനോട് ക്ഷമിക്കുകയില്ല. യേശു ഭൂതങ്ങളെ പുറത്താക്കുന്നത് ബെയൽസെബൂലിനെ കൊണ്ടാകുന്നു എന്നുള്ള ആക്ഷേപം ഉന്നയിക്കപ്പെട്ടപ്പോഴാണ് ഇപ്രകാരം യേശു പറയുവാൻ ഇടയായത്. നാം ദൂഷണം പറയുമ്പോൾ പരിശുദ്ധ ആത്മാവ് ദുഃഖിക്കുകയാണ്. എബ്രായ ലേഖനം 10:29 കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവർ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിപ്പീൻ എന്ന് വായിക്കുന്നു. ആത്മാവിനെ നിന്ദിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുകയാണ്. ആരാധനയിൽ നാം ദൈവസാന്നിധ്യം അനുഭവിക്കുന്നു. പരിശുദ്ധാത്മാവാണ് ദൈവസാന്നിധ്യം പകരുന്നത്. ദൈവസാന്നിധ്യം വെളിപ്പെടുമ്പോൾ നാം അത് ഉൾക്കൊള്ളുവാൻ തയ്യാറാകണം, അലക്ഷ്യമായി ഇരിക്കരുത്. ദാവീദ് രാജാവ് യഹോവയുടെ മുൻപാകെ കുതിച്ച് നൃത്തം ചെയ്യുന്നത് കണ്ടപ്പോൾ മീഖൾ തന്റെ ഹൃദയത്തിൽ അവനെ നിന്ദിച്ചു എന്ന് കാണാൻ കഴിയുന്നു. ഭർത്താവിന്റെ ആരാധനയെ ഭാര്യ നിന്ദിച്ചു. അതിന്റെ ഫലമെന്താണ്? ശൗലിന്റെ മകളായ മീഖളിന് ജീവപര്യന്തം ഒരു കുട്ടിയും ഉണ്ടായില്ല. പരിശുദ്ധാത്മാവിനെ നിന്ദിക്കരുത്, ദൈവത്തെ നിന്ദിക്കരുത്, ദൈവത്തിന്റെ വചനത്തെ നിന്ദിക്കരുത്, ശുശ്രൂഷകളെ നിന്ദിക്കരുത് എന്നൊക്കെ നാം തിരിച്ചറിയേണ്ടതാണ്. യെശയ്യാവിന്റെ പ്രവചനം 63:10 എന്നാൽ അവർ മത്സരിച്ചു, അവന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. മത്സരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുകയാണ്. ദൈവത്തോടും വചനത്തോടും പരിശുദ്ധാത്മാവിനോടും ആത്മീക നേതൃത്വത്തോടും മത്സരിക്കാൻ പാടില്ല. 107-ാം സങ്കീർത്തനത്തിന്റെ 10 മുതൽ 12 വരെ വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനങ്ങളോട് മത്സരിക്കുകയും അത്യുന്നതന്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തവരെ കുറിച്ച് പറയുന്നു. അവർക്ക് എന്തെല്ലാമാണ് സംഭവിച്ചത്? ഇരുളിലും അന്ധതമസിലും ഇരുന്നു, അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടു, കഷ്ടത കൊണ്ട് ഹൃദയത്തെ താഴ്ത്തി, അവർ ഇടറി വീണു, സഹായിപ്പാൻ ആരും ഉണ്ടായില്ല. മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കും. മത്സരം അഭിചാരദോഷം പോലെയാണ്. മത്സരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുകയാണ്. പ്രവൃത്തി 7:51 മറുത്തു നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു എന്ന് പറയുന്നുണ്ട്. സ്തെഫാനോസിന്റെ പ്രസംഗത്തിലെ വാചകമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കേട്ടനുസരിച്ച നന്മ അനുഭവിക്കും, മറുത്തു മത്സരിച്ചാൽ വാളിന് ഇരയാകുമെന്നാണ് മുന്നറിയിപ്പ്. ഹോശയ്യ 13:9 പറയുന്നു, നിന്റെ സഹായമായിരിക്കുന്ന എന്നോട് നീ മറുക്കുന്നത് നിന്റെ നാശം ആകുന്നു. യഹോവയായ കർത്താവ് എന്റെ ചെവി തുറന്നു, ഞാനോ മറുത്തു നിന്നില്ല എന്ന് യെശയ്യാ 50:5 വായിക്കുന്നു. മറുത്തു നിൽക്കുന്നത് ആരാണെന്ന് പറയുന്നു? ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവർ. റോമർ 13:2 മറുക്കുന്നവർ ദൈവവ്യവസ്ഥയോട് മറുക്കുന്നു, മറുക്കുന്നവനോ ശിക്ഷാവിധി പ്രാപിക്കും എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒടുവിലായി ഫോഷ്ക്ക് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു. എഫേസ്യർ 4:25 എന്തുകൊണ്ട് അനന്യാസും സഫീറയും വീണ് പ്രാണനെ വിട്ടു? അനന്യാസ് വീണു പ്രാണനെ വിട്ടു, ഉടനെ അവൾ വീണു പ്രാണനെ വിട്ടു എന്ന് പ്രവൃത്തി 5:5, 10 എന്നീ വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നു. പ്രാണൻ പോയപ്പോഴല്ല അവർ വീണത്, വീണപ്പോൾ അവിടെ പ്രാണൻ പോയി. പ്രാണൻ വിട്ടപ്പോഴല്ല കൃമിക്കിരയായത്, കൃമിക്കിരയായപ്പോഴാണ് ഹെരോദാവ് പ്രാണനെ വിട്ടത്. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കരുത് എന്നത് വളരെ വ്യക്തമായി ഓർപ്പിക്കുന്ന ഒരു വിഷയമാണ്.
ഇത്രയ്ക്കാണോ നിലം വിറ്റത്? അത് ഇത്രയ്ക്ക് തന്നെ എന്ന കളവ് അവർ പറഞ്ഞു. സഫീറയ്ക്ക് ഈ ദുരന്തം ഉണ്ടാകത്തില്ലായിരുന്നു. ഇത്രയ്ക്കല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ മരിക്കാതെ രക്ഷപ്പെടാമായിരുന്നു. പരിശുദ്ധാത്മാവിനെതിരെ അവർ വ്യാജം കാണിച്ചത്, ഭോഷ്ക് പറയുന്നത് പരിശുദ്ധാത്മാവ് ദുഃഖിക്കുവാൻ കാരണമായി. അതിനാൽ അവർ ശിക്ഷിക്കപ്പെട്ടു. ഇവിടെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത് എന്ന് പൗലോസ് ഓർപ്പിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നവരായിട്ടല്ല, പിശാചിന് ഇടം കൊടുക്കുന്നവരായിട്ടല്ല, പരിശുദ്ധ ആത്മാവിന്റെ നിറവിൽ ക്രിസ്ത്യജീവിതം നയിപ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിന് കർത്താവ് നമുക്കെല്ലാവർക്കും കൃപ തരട്ടെ. ഈ വചനങ്ങൾ അധികം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.